സാങ്കേതിക സർവകലാശാലയിൽ അനുമതിയില്ലാതെ വി.സി. ഡോക്ടർ ശിവപ്രസാദ് പണം ചെലവഴിക്കുന്നുവെന്ന് സിൻഡിക്കേറ്റ്. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി സ്വകാര്യ അഭിഭാഷകർക്ക് ലക്ഷങ്ങൾ നൽകുന്നുവെന്നാണ് ആരോപണം. ധനവിനിയോഗ ചട്ടങ്ങളുടെ ലംഘനമാണിതെന്നും വിമർശനം. വിവരങ്ങളുമായി ഷീജ. വലിയ പരാതികൾ വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ആരോപണങ്ങൾ കൂടി ശക്തമാകുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ജംഷാദ്, സാങ്കേതിക സർവകലാശാല വി.സി. ശിവപ്രസാദിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ വി.സി. പണം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യ അഭിഭാഷകർക്ക് ലക്ഷങ്ങൾ നൽകുന്നു എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് ധനവിനിയോഗ ചട്ടങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ്. അതുകൊണ്ട് തന്നെ തുക വി.സിയിൽ നിന്നും ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കാനുള്ള ഒരു നിർണായക തീരുമാനം കൂടി എടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് സിൻഡിക്കേറ്റ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ മാത്രമാണ് വൈസ് ചാൻസലർ എന്നായിരുന്നു ഈ നിലവിൽ വൈസ് ചാൻസലറെ കുറിച്ചുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം പോലും. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കം വി.സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. വൈസ് ചാൻസലർ പുറത്താക്കിയ ലീഗൽ അഡ്വൈസറെ ശമ്പളം സഹിതം തിരിച്ചെടുക്കാനും കോടതി നിർദ്ദേശിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഏതായാലും ഇതിനെതിരെ ഈ തുക തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സിൻഡിക്കേറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി ഷീജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.